ചിലപ്പോൾ നിരീശ്വരവാദം അല്ലെങ്കിൽ യുക്തിചിന്ത എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഖുർആൻ എന്തുകൊണ്ടാണ് അറേബ്യയിൽ അവതീർണമായത്? ന്യൂയോർക്കിലോ പാരീസിലോ ലണ്ടനിലോ ടോക്കിയോയിലോ ആധുനികമായി ആലോചിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നുമല്ല വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. അറേബ്യയിലാണ്, ഹിജാസിലാണ്. എന്തുകൊണ്ട് അവിടെ വന്നു എന്ന്, അവിടെ എന്തുകൊണ്ട് വന്നു എന്നല്ല നാം ആലോചിക്കുന്നത്. ഒരു 200 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളല്ല ഈ എണ്ണിയ നഗരങ്ങളും അതിന് ശേഷം ഉണ്ടായതാണ്. പക്ഷെ അത്ഭുതം, 1400 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയായി രംഗപ്രവേശം ചെയ്യുന്നത് ക്രിസ്തബ്ദം 609 609 ആഗസ്റ്റ് മാസം 25-നാണ്. വഫാത്താവുന്നത് CE 632 ജൂൺ 8-നാണ്. ആ കാലയളവിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും നാഗരികതയും ഭാഷയും സിറ്റികളും അതേപോലെ ഇന്നും ഭൂമിയിലുണ്ടെങ്കിൽ അത് മക്കയും മദീനയും അറബ് ഭാഷയും അറേബ്യയും മാത്രമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് കേവലം ഒരു പ്രഖ്യാപനമല്ല. ഇന്ന് പ്രവാചകൻ ജനിച്ച മണ്ണിന്റെ പേര് നാം മദ്രസയിൽ പഠിക്കുന്നു, മക്ക. 1400 കൊല്ലം മുമ്പും ആ ചന്തയുടെ ആ കവലയുടെ പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ മക്ക എന്ന പരാമർശമുണ്ട്, ബക്ക എന്ന പരാമർശവുമുണ്ട്. ഇന്നും മക്കയുടെ പേര് മക്ക എന്നാണ്. ആ കാലത്തും മദീനയുടെ പേര് ഹാദിഹി ത്വാബ വ ത്വയ്ബ വ മദീനതി. അന്നും ആ സിറ്റിയുടെ പേര് മദീന എന്ന് കൂടിയാണ്. ഇന്നും ആ നഗരത്തിന്റെ പേര് മദീന എന്നാണ്. ആ കാലയളവിൽ ഒരു ബസ്സോ ട്രെയിനോ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ, അതിനൊരു ടിക്കറ്റും ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ, അതിലെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കുക മിൻ മക്കത്തൽ മുക്കറമത്തിൽ അൽ മദീനത്തിൽ മുക്കറമ മുനവ്വറ എന്നാണ്. ഫ്രം ദ മക്ക ടു മദീന എന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഡെസ്റ്റിനേഷൻ പോയിന്റിന്റെ പേര് അതേപടി 1400 കൊല്ലം മുമ്പ് അതേപോലെ വേറെ നഗരങ്ങൾ ഭൂമിയിൽ ബാക്കിയായിട്ടുണ്ടോ? ആ കാലയളവിൽ കേരളം എന്ന പേരൊന്നും ഇല്ലെങ്കിലും ഇവിടെയും മനുഷ്യരുണ്ടല്ലോ. തെക്കിൽ ചേരമാൻ പെരുമാൾ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം, അല്ലെങ്കിൽ ചാളക്യ ഡൈനാസ്റ്റിയിലെ പുലകേശൻ രണ്ടാമനായിരുന്നു ആ കാലയളവിൽ സൗത്ത് ഇന്ത്യയുടെ ഭരണാധികാരി. ചില നാട്ടുരാജ്യങ്ങൾ ഒഴിവാക്കിയാൽ അന്നത്തെ സദേൺ ഇന്ത്യ ഭരിച്ചിരുന്നത് ചാളക്യ ഡൈനാസ്റ്റിയിലെ പുലകേശൻ രണ്ടാമനാണ്. പുലകേശൻ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഹിസ്റ്ററി പോലും ഇന്ന് ലോകത്ത് ലഭ്യമല്ല. അന്ന് നോർത്തിൽ മുഗൾ, മൗര്യ, ഗുപ്ത സാമ്രാജ്യം അതിന്റെ അധികാര കൈമാറ്റത്തിന്റെ കാലമാണ്. ഹർഷനവർദ്ധൻ ഭരിക്കുന്ന കാലമാണ്. ആ സംസ്കാരം ഇന്ത്യയിൽ ബാക്കിയായില്ല. അന്ന് അമേരിക്കയിൽ മായന്മാരാണ്. അമേരിക്ക എന്ന പേരില്ലെങ്കിലും അമേരിക്കോ വെസ്പൂച്ചിയാണ് ആ പേരിന്റെ ഉടമസ്ഥൻ. അന്ന് ആ ഭൂപ്രദേശമുണ്ട്, അവിടെ മനുഷ്യരുമുണ്ട്, മായൻസ്. സ്വന്തമായ ഭാഷ, സ്വന്തമായ മതം, ലിപി, നാണയം, സൈന്യം. പക്ഷേ മായൻ സംസ്കാരം ലോകത്ത് ബാക്കിയായില്ല. മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം ബാക്കിയായില്ല. ബാബിലോണിയൻ സംസ്കാരം ബാക്കിയായില്ല. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ബാക്കിയായില്ല. ചൈനീസ് സംസ്കാരം ബാക്കിയായില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലും മദീനയിലുമുള്ള കാലത്ത് ഫിലിപ്പ് കഹിറ്റി പറയുന്നത് പ്രകാരം 12 കോടി മനുഷ്യരുണ്ടായിരുന്നു ഭൂമിയിൽ. ആ 12 കോടി മനുഷ്യർ ഭൂമിയിൽ പരന്നു കിടന്ന അന്നത്തെ ജിയോസെൻട്രിക് സിസ്റ്റത്തിൽ ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന ചൈന അല്ലെങ്കിൽ ദക്ഷിണേഷ്യ രാജ്യങ്ങൾ ഇന്ന് ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ രാജ്യമാണ് ആ പ്രദേശം. മാറി. പാകന്മാരായിരുന്നു അന്നത്തെ യൂറോപ്പിൽ. യൂറോപ്പ് മാറി, എല്ലായിടവും മാറി. പക്ഷേ അന്നത്തെ അറബികൾ എങ്ങനെയാണോ സംസാരിച്ചത് അതേപോലെയാണ് ഇന്നത്തെ അറബികളും സംസാരിക്കുന്നത്. അന്നത്തെ നഗരത്തിന്റെ പേരെന്താണോ അത് തന്നെയാണ് ഇന്നും ആ നഗരത്തിന്റെ പേര്. ഖുർആൻ ബാക്കിയാവുക എന്ന് പറഞ്ഞാൽ ആ മുസ്ഹഫ് ബാക്കിയാവുക എന്നുള്ളതല്ല. അത് തീപിടുത്തത്തിൽ കരിയാം, കരിയാതിരിക്കാം. മിസൈൽ വീണാൽ പൊടിയാം, പൊടിയാതിരിക്കാം. വെള്ളപ്പൊക്കം വന്നാൽ അത് ദ്രവിക്കാം, ദ്രവിക്കാതിരിക്കാം. അതല്ല ഖുർആൻ ബാക്കിയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. ആ ഖുർആൻ നിലനിൽക്കാൻ ആവശ്യമായ ഭാഷ ബാക്കിയാവുന്നു. ഏകദേശം 700-800 കൊല്ലം മുമ്പല്ലേ ഷേക്സ്പിയർ ലിറ്ററേച്ചർ ഉണ്ടായത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല എന്റെ ആമുഖം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് മാത്രം.
800 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഇംഗ്ലീഷ് ഇന്നത്തെ ഇംഗ്ലീഷിന്റെ സഹായമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിന്റെ ഏത് PhD കാരനാണ് സമൂഹത്തിലുള്ളത്? ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ. ഷേക്സ്പിയറിന്റെ മക്ബത്തോ കിങ് ലിയറോ ജൂലിയസ് സീസറോ ഡ്രാമ എടുക്ക്. ഡിഗ്രിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗത്തെ ഷേക്സ്പിയർ ഇംഗ്ലീഷ് ഉണ്ടാകും, മറുഭാഗത്ത് ഇന്നത്തെ പ്രൊഫസർ ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് അതിനെ മാറ്റിയ ഭാഗവും ഉണ്ടാകും. ഗൈഡ്. ഈ ഗൈഡൻസിന്റെ സഹായമില്ലാതെ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയില്ല. 1000 കൊല്ലത്തെ പോലും പഴക്കമില്ല. ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക് ലാംഗ്വേജിന്റെ ഒരു ഘടന അതാണ്. പക്ഷേ 2016 സംതിങ് ഷാർജ ബുക്ക് ഫെയറിൽ ഒരു പുസ്തകം പുറത്തിറങ്ങി. ഒരു ഉദാഹരണം, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ആയിദുൽ ഖർണിയാണ് അതിന്റെ രചയിതാവ്. ആ പുസ്തകത്തിന്റെ പേര് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നായിരുന്നു. സങ്കടപ്പെടേണ്ട, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ, ഒരു സൈക്കോ ഹീലിംഗ് പുസ്തകമാണ്, കിതാബാണ്. ഒരുപാട് തവണ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ പുസ്തകത്തിന്റെ ചട്ടപ്പുറത്ത് അതിന്റെ പേര് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നാണ്. ബെസ്റ്റ് സെല്ലർ പുസ്തകമായി മാറി. ആ വാക്ക് എപ്പോ മുഴങ്ങിയ വാക്കാണ്? സങ്കടപ്പെടേണ്ടതില്ല, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്ന ആ പരാമർശം വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശമാണ്. മദീനയിലേക്ക് ഹിജ്റ പോകവേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകമ്പടി സേവിക്കുന്ന പ്രിയപ്പെട്ട സഹകാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനും ഗാർ സൗറിൽ ഒളിത്താമസം നടത്തുന്ന ആ വേളയിൽ പിടികൂടാൻ ഉമയ്യത്ത് ബിൻ ഖലഫൻ കിങ്കരന്മാരും വന്നപ്പോൾ ഭയചകിതനായി പോയ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കെന്ന അർത്ഥത്തിൽ ഖുർആൻ ഉദ്ധരിച്ച പരാമർശമാണത്. ഒന്നാമൻ രണ്ടാമനോട് പറഞ്ഞ സന്ദർഭം, പേടിക്കേണ്ട സിദ്ദീഖേ, ലാ തഹ്സൻ, പേടിക്കേണ്ടതില്ല. ഉമയ്യത്ത് ബിൻ ഖലഫ് കണ്ടേക്കുമോന്നല്ലേ ആദി, കിങ്കരന്മാരെ കണ്ട് നമ്മൾ കൊന്നേക്കുമോന്നല്ലേ പേടിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടല്ല, നമ്മുടെ കൂടെ മൂന്നാമനായി സർവശക്തനായ അല്ലാഹു ഉണ്ട്. മാ ദന്നുക ബിസ്നൈനി വസാലിസുഹുമുല്ലാഹ്, ഇതാണ് പ്രവാചകന്റെ ആത്മവിശ്വാസത്തിന്റെ വാക്ക്. രണ്ടുപേരെ കുറിച്ച് നീ എന്തേ വിചാരിക്കുന്നത്? മൂന്നാമൻ അല്ലാഹുവായ രണ്ടുപേരെ കുറിച്ച്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുടങ്ങിയ ആ അറബിയാണ് 2017 ബെസ്റ്റ് സെല്ലർ പുസ്തകമായി മാറിയ പുസ്തകത്തിന്റെ ശീർഷകം. അതാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ ഭാഷ ബാക്കിയാവുക, ഖുർആന്റെ സന്ദേശം ബാക്കിയാവുക. വന്ന് കാലം 2025 ഞാൻ അവസാനിപ്പിക്കട്ടെ. നോക്കൂ, ലോകത്തെ ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാരാധനയാണെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസുകൾ എന്താണ് ആത്യന്തികമായി പറഞ്ഞു തരുന്നത്? മനുഷ്യനും പിശാചും തമ്മിൽ ബാന്ധവമുണ്ട്. ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിനെ കലാപകലുഷിതമാക്കുന്ന, മധ്യധരണ്യാഴിയെ പോരാട്ട ഭൂമിയാക്കുന്ന ഇന്നത്തെ ഏകാധിപതികളുടെയും സാമ്രാജ്യത്വത്തിന്റെയും യഥാർത്ഥത്തിലുള്ള താല്പര്യങ്ങൾ, അത് അധികാര രാഷ്ട്രീയത്തിന്റെയോ മണ്ണിന്റെയോ പെണ്ണിന്റെയോ പൊന്നിന്റെയോ എണ്ണയുടെയോ മാത്രം താല്പര്യമല്ല. അതിന്റെ പിറകിൽ അവരെ അടക്കുകയും അനക്കുകയും ചെയ്യുന്ന പൈശാചികമായ നിഗൂഢമായ ചങ്ങലകളും ചരടുകളുമുണ്ട് എന്ന് പറഞ്ഞു തരുന്ന പഠനങ്ങൾ ലോകത്ത് ചൂടപ്പം പോലെ വിൽക്കപ്പെടുന്നു. ജാക്കസ് വാലി എന്ന് പറയുന്ന സാമൂഹിക നിരീക്ഷകന്റെ ഒരു പുസ്തകമുണ്ട്, മെസഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ, ചതിയുടെ ദൂതന്മാർ. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെ പുസ്തകമല്ല. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഇന്നത്തെ ലോകത്ത് ഒരു ബട്ടൺ കൊണ്ട്, ഒരു റിമോട്ട് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിയുന്ന മിസൈൽ ടെക്നോളജിയും ന്യൂക്ലിയർ ടെക്നോളജിയും റോക്കറ്റ് ടെക്നോളജിയും അടക്കമുള്ള യുദ്ധമുറകൾ, അത് റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവായ ജാക്ക് പാർസണ് ലജാവോ മരുഭൂമിയിൽ വെച്ചൊരു ഏലിയൻ ജാക്കസ് വാലി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ജിന്ന്. സെമിറ്റിക് മതക്കാർ ജിൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്, ഇതര ഗ്രഹ ജീവികളിൽപ്പെട്ട ഒരു സാന്നിധ്യം പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇവരുടെ ഹെഡ് ഈ പറയുന്ന ഇതൊരു നിഗൂഢ സിദ്ധാന്തമായി വായിക്കപ്പെടും. പക്ഷേ ഇതൊരു നിഗൂഢ സിദ്ധാന്തം തന്നെയാണ്. ഇതിന്റെ അങ്ങേ തലക്കലുള്ളത് മാനവരാശിയെ വഴികെടുത്താനും മാർഗ വ്യതിചലനത്തിന് വേണ്ടി
അതിന്റെ കരാർ ഏറ്റെടുക്കുകയും ചെയ്ത ഷൈത്വാന്റെ ഹെഡായ കാഫർ ജിന്നിന്റെ പേരാണ് ഷൈത്വാൻ. ഷൈത്വാന്റെ ഹെഡായ അന്തിക്രിസ്തു എന്ന് പറയുന്ന ലൂസിഫർ എന്ന് പറയുന്ന സാക്ഷാൽ ദജ്ജാലാണ്. ദജ്ജാലിന്റെ ലോകക്രമത്തിലേക്കാണ് ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെയൊന്നും നിൽക്കില്ല. നാം ആഴത്തിൽ ആലോചിക്കുമ്പോ ഇന്ന് കാണുന്ന ഈ ഏകാധിപതികളൊക്കെ ഊതിവീർപ്പിക്കപ്പെട്ട ബലൂണുകൾ മാത്രമാണ്, സ്പോക്മെൻസ് മാത്രമാണ്. അടിസ്ഥാനപരമായി ഇവരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവരറിഞ്ഞും അവരറിയാതെയും തയ്യാറാക്കുന്ന നിഗൂഢമായ അധികാര ശൃംഖല മനുഷ്യാതീതമായ ലോകത്തേക്ക് നീളുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വേണമെങ്കിൽ സംസാരിക്കാം. ഈ ആശയം ഇന്നാണ് ലോകം മനസ്സിലാക്കുന്നത് എങ്കിൽ എന്നോ ഖുർആൻ അത് പറഞ്ഞു. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവാ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എല്ലാ പ്രവാചകന്മാർക്കും ആശയപരമായ ഒരു ഐഡിയോളജിക്കൽ അതറിനെ നാം ഭൂമിയിൽ നിശ്ചയിച്ചു. ഇസ്ലാം എവിടെ വരുന്നുവോ അവിടെ അതിന് ആശയപരമായ ഒരു ബദലുണ്ടാകും. എല്ലാ ലോകത്തെ വൻശക്തികളും ഒറ്റ കാര്യത്തിൽ ഏകോപിക്കുന്നു. എവിടെയാണോ ആശയപരമായ ഇസ്ലാമികമായ ഒരു സ്വത്വമുള്ളത്, ആത്മീക ഇസ്ലാമിന്റെ വേരെവിടെയാണോ ഉള്ളത്, അതിനെ ഇല്ലായ്മ വരുത്തണമെന്ന് പറയുന്ന ഏക അജണ്ട. എല്ലാ നബിമാർക്കും നാം ഇവിടെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അദുവൻ, ആശയപരമായ ഒരു പ്രതിപക്ഷത്തെ, ഐഡിയോളജിക്കൽ അതറിനെ. ഈ ഐഡിയോളജിക്കൽ അതറെങ്ങനെയാണ് രൂപപ്പെടുന്നത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതൊരു മുക്കൂട്ട് മുന്നണിയാണ്. ആ മുക്കൂട്ട് മുന്നണി എന്ന് പറയുന്നത് മനുഷ്യന്മാർ മാത്രമല്ല അതിലുള്ളത്, ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. അടിവരയിടേണ്ട പരാമർശമാണ്, പ്രയോഗമാണ്. ശയാത്തീനൽ ഇൻസ്, രണ്ട് കാലുള്ള പിശാചുക്കളും, വൽ ജിന്ന്, കാലേ ഇല്ലാത്ത പിശാചുക്കളും. മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇസ്ലാമിന്റെ വിപരീത ദിശയിൽ വരുന്ന പ്രതിപക്ഷം എന്ന പരിശുദ്ധ ഖുർആൻ. എന്റെ വക ഒരു വാക്കും അവിടെയില്ല. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. എന്തേ അവർ ചെയ്യുക? ഏതെങ്കിലും മരുഭൂമിയിൽ വെച്ച്, നവാദോ ട്രയാങ്കിളിലോ നവാദോയിലോ പ്രോഹിബിറ്റഡ് 51 ഏരിയയിലോ ഏതെങ്കിലും മരുഭൂമിയിൽ വെച്ച് ഒരു ജിന്ന്, ഒരു ശൈത്താൻ, ഒരു ഏലിയൻ, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ് മനുഷ്യനുമായി സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് നാം അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് ഖുർആൻ പറയുന്നത്, യൂഹി ബഅദുഹും ഇലാ ബഅദിൻ. ആ ജിന്ന് പിശാചിൽ നിന്നുള്ള ആളുകൾ മനുഷ്യ പിശാചിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. യൂഹി ബഅദുഹും, അവരിൽ നിന്ന് ചില ആളുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഇലാ ബഅദിൻ, ഇവരിൽ നിന്നുള്ള ചിലതിലേക്ക്. എന്നിട്ട് എന്തേ പഠിപ്പിക്കുക? സുഖ്റുഫൽ ഖൗൽ, അതിമനോഹരമായ സിദ്ധാന്തങ്ങൾ. ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, അതിമനോഹരമായ സിദ്ധാന്തങ്ങൾ. ക്യാച്ചിങ് വേർഡ്സ്, അതാണ് പഠിപ്പിക്കുക. അവർ പറയുക അങ്ങനെയാണ്, സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, വികസനം വേണം, പുരോഗതി വേണം, ലെറ്റ് ദി എവിഡൻസ് ലീഡ്, തെളിവുകൾ നയിക്കട്ടെ. ഇതൊക്കെയായിരിക്കും അവരുടെ പരാമർശങ്ങൾ. സുഖ്റുഫൽ ഖൗൽ, മനോഹരമായ സിദ്ധാന്തങ്ങൾ ഈ മനുഷ്യർക്ക് ജിന്നുകൾ പഠിപ്പിച്ചു കൊടുക്കും, കാഫിർ ശൈത്താൻ പഠിപ്പിച്ചു കൊടുക്കും. ഗുറൂറൻ, മനുഷ്യരാശിയെ വഞ്ചിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആം 142. ഞാൻ ഈ പറയുന്ന ആശയം ഏതെങ്കിലും ഒരു നിഗൂഢവാദമല്ല. ആധുനിക ലോകം എവിടത്തേക്കാണോ എത്തുന്നത്, ആധുനിക ലോകത്തിന്റെ കണ്ണെത്തുന്നിടത്ത് കാലങ്ങൾക്ക് മുമ്പേ കാലെത്തിയ വിശുദ്ധ ഖുർആൻ, മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദമായ വിശുദ്ധ ഖുർആൻ, അത് സയൻസ് ആകട്ടെ, ഏത് സയൻസിന്റെ ബ്രാഞ്ചുകളാകട്ടെ, NDE ലിറ്ററേച്ചറുകൾ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, തനാറ്റോളജി സ്റ്റഡീസ്, കോസ്മോളജി സ്റ്റഡീസ്, ആത്മാക്കളുണ്ടെന്ന്, മരിക്കുമ്പോ മലായിക്കത്തിനെ കാണുമെന്നൊക്കെ സയൻസ് പറയുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആനിന്റെയും ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിന്റെയും പ്രസക്തി, അതിന്റെ സമകാലികത, അതിന്റെ അനന്യത, അതിന്റെ അപൂർവത, അതിന്റെ സമഗ്രത, അതിന്റെ സ്ഫടിക സ്ഫുടം ചെയ്തെടുത്ത അതിന്റെ ആശയബദ്ധത, അതിന്റെ സുതാര്യത ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും എന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ, ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കാം. ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ കുറച്ചു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്.